അതിഥികളിലേക്ക് തിരികെ ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ സുരേഷ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ട് അപ്പോൾ പാർട്ടി നടപടി സ്വീകരിക്കും, പാർട്ടി സംരക്ഷിക്കില്ല എന്നാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടിപ്പോൾ അദ്ദേഹം ജയിലിലാണ്. ജയിലിലാകുന്നവർ അദ്ദേഹം കുറ്റാരോപിതനാണെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതിൽ നിന്ന് എന്ത് സൂചനയാണ് പുറത്ത് നിൽക്കുന്നവർക്ക് ലഭിക്കുന്നത്? കള്ളന്മാർ, കള്ളന് കഞ്ഞി വെച്ചവർ, അതാരൊക്കെയാണ് എന്ന് ഇന്ന് കേരളത്തിന് വ്യക്തമാണ്. ഒരാളെ പിടിക്കുമ്പോൾ ഒരാശ്വാസം പത്മകുമാറിന് കൊടുത്തിട്ടില്ല എങ്കിൽ, CPM-ൻ്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, ഗോവിന്ദ മാഷ് വന്നിട്ട് ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, അയാളത് നീട്ടി എറിഞ്ഞു കൊടുക്കുക കടകംപള്ളിക്കാണ്. ഇനി കടകംപള്ളിയെ നാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതേ അവസ്ഥ ആവർത്തിക്കും. എന്തുകൊണ്ടാണ്? കടകംപള്ളി മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ പാടില്ല. ഇതാണല്ലോ ആദ്യം മുതൽ പോറ്റിയെ എത്ര ദിവസം നമ്മുടെ പോറ്റിയെ സംരക്ഷിച്ചു ഇവർ. പോറ്റി എന്ന് പറയുന്ന ആളെ നമ്മളൊക്കെ ചർച്ച ചെയ്യലും, എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിച്ചു. കേരളം മുഴുവൻ അറിഞ്ഞു പോറ്റി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ, ഇതിൻ്റെ തട്ടിപ്പ്, ഇതിൻ്റെ സ്പോൺസർ എന്നൊക്കെ പറഞ്ഞിട്ടും പോറ്റി എത്ര ദിവസം പുറത്തുകൂടി നടന്നു. പോറ്റിയെ പിടിച്ചപ്പോൾ പറഞ്ഞു പോറ്റിയാണ്, എല്ലാം പോറ്റിയാണ്. പോറ്റി ഇന്ന് വാസുവിലെത്തിയില്ലേ? മുരാരി ബാബുവിലെത്തി, വാസുവിലെത്തി. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, CPM നേതാവായിരുന്നു, പിണറായി വിജയൻ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അന്ന് വാസുവിൽ നിന്ന് പത്മകുമാറിലെത്തുന്നവരെ വീണ്ടും പറഞ്ഞേ ഇനിയില്ല, അത് ഉദ്യോഗസ്ഥരാണ്, ഉദ്യോഗസ്ഥ തട്ടിപ്പാണ്, തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ പറഞ്ഞ ആളുകൾ ഇപ്പോൾ പത്മകുമാറിലെത്തിയ സമയത്ത് പത്മകുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 2019 പിണറായി വിജയൻ ഭരണകൂടത്തിനകത്താണ് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവ് അത് അംഗീകരിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. കള്ളന്മാരാണ് ഈ ഭരണകൂടത്തിലുള്ളത്. ദേവസ്വം മന്ത്രിയുടെ കീഴിൽ വരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പാർട്ടി പ്രതിനിധികളായ നേതാക്കന്മാർ ഭരിക്കുമ്പോഴാണ് അവിടെ നിന്ന് കട്ടുപോയി. എന്തൊക്കെ കട്ടുവെന്ന് നമ്മൾക്കറിയില്ല. ഒരു കാലത്ത് പറയുന്നു യോഗദണ്ഡ് കെട്ടു, സ്വർണ്ണപ്പാളി കെട്ടു, മറ്റെന്തൊക്കെയോ കെട്ടു, വാതില് കെട്ടു. ഇനി കക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും നമ്മൾക്കറിയില്ല. ഈ ഭരണകൂടമാണ് ഇത് ചെയ്തത്. ആർജവമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എങ്കിൽ ഒറ്റയടിക്ക് പറയാമല്ലോ, ഇയാൾ പുറത്ത്, പാർട്ടിക്ക് പുറത്ത് കിടക്കട്ടെ, പാർട്ടിക്ക് പുറത്താണ് ഇയാൾ എന്ന് പറയണ്ടേ? ഇല്ല, ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു. സെപ്റ്റംബർ മാസത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമല സെന്റിമെന്റ്സ് ഒഴുക്കാൻ ശ്രമിച്ച് ഒരുപാട് നാട്ടിലൊക്കെ പരസ്യം കൊടുത്ത് അയ്യപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് ചാനലുകളിലെ ചർച്ച, പത്രങ്ങളിലെ വാർത്ത. ആഗോളതലത്തിലേക്ക് അയ്യപ്പൻ്റെ മഹത്വം വിളമ്പിയ പിണറായി വിജയൻ ഭരണകൂടത്തിന് അതേ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ഈ കള്ളന്മാരെയൊക്കെ സംരക്ഷിക്കില്ല എന്ന് പറയാൻ ഒരു വാക്ക് പോരെ? ഈ ദിവസം വരെ ഒരു പത്രസമ്മേളനം പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന ഉണ്ടാകുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയപ്പോൾ ഇദ്ദേഹം ഒരു വളരെ ശോകമുഖമായൊരു പോസ്റ്റ് ഇട്ടിരുന്നു. 40-40 വർഷം പ്രവർത്തിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ് എന്നുള്ള അർത്ഥം വരുന്ന ഒരു പോസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പത്മകുമാർ അത്ര പാർട്ടിക്ക് പ്രിയങ്കരനാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കണ്ടേ? അജിൻസെ, പാർട്ടിക്കകത്തുള്ള പടലപ്പിണക്കത്തിന്റെ ഭാഗമായി ഒരാളെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിന്ന് താഴ്ത്തിക്കെട്ടിയതും ഈ മോഷണ കേസുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് അവർ തമ്മിലുള്ള പടലപ്പിണക്കം. വീണ ജോർജ് വന്നു, ഒരേ ജില്ലയിലെ 2 നേതാക്കന്മാർ വന്നു, പത്മകുമാറിന് സ്ഥാനം കിട്ടിയില്ല, അത് അവർ തമ്മിലുള്ള പ്രശ്നം. ഇതെന്താണ്? ഇത് സ്വർണ്ണത്തട്ടിപ്പിൽ, അമ്പലത്തിനകത്ത് ശബരിമലയ്ക്കകത്തുള്ള സ്വർണ്ണത്തട്ടിപ്പ്, സ്വർണത്തിന് ചെമ്പാക്കി മാറ്റിയതിൽ നിർണായകമായ പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 42 വർഷക്കാലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രതിയായി ജയിലിലേക്ക് പോകുന്നതും അതും തമ്മിൽ രണ്ടല്ല. ആ ജയിലിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയെങ്കിലും പാർട്ടി പറയട്ടെ, ഞങ്ങൾ ഇയാളെ പുറത്താക്കി, ഞങ്ങൾ ഇയാളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പിണറായി വിജയൻ്റെ ആഫീസിനകത്തേക്ക് ആരോടും ചോദിക്കാതെ കയറിപ്പോകാൻ സ്വാതന്ത്ര്യമുള്ള ആളുകൾ ഒന്നൊന്നായി ജയിലിലേക്ക് പോകുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രയാസമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.